ഇത് കരിമീൻ, ഇത് ആവോലി, ഇത് കേര. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മീൻ ഏതാ? കരിമീൻ. കരിമീന? അടിപൊളി അല്ലേ? നമ്മളെ പുഴയിൽ നിന്ന് കിട്ടുന്ന ഞണ്ടാണ് ഞണ്ട് വരട്ടിയത്. ചെമ്മീൻ റോസ്റ്റ്, ചെമ്മീനും ഞണ്ടുമാണ് ഇവിടുത്തെ സ്പെഷ്യൽ കരിമീൻ. ഞണ്ടെന്നെ ആയിക്കോട്ടെ അല്ലേ? ഞണ്ടാണ് സ്പെഷ്യൽ ഇവിടുത്തെ. ഇഷ്ടമാണ് അല്ലേ? പൊളിയാണ്, ഇഷ്ടപ്പെടും. നിങ്ങളെന്താ എടുത്ത്? അമ്മയാണ് മീൻ നന്നാക്കണമെന്നും മീൻ വെക്കണതും ഒക്കെ അമ്മയുടെ തനിത് ശൈലിയില്. രാവിലെ നിന്നാണ് ഫസ്റ്റ് തുടങ്ങുന്നത്. രാവിലെ അമ്മയാണ് മീൻ നന്നാക്കിയിട്ട് തുടങ്ങുക. അവിടെ നിന്നാണ് പിന്നെ ഇങ്ങോട്ട് കുക്കിംഗ് തുടങ്ങുക അല്ലേ? ഇത് നോക്കിയേ, നാടൻ ഭക്ഷണം എന്ന് പറയുമ്പോൾ നാടനായിരിക്കണം. ഉപ്പേരി, എന്താ ഒരു കൂട്ട്, അച്ചാറ്, ചെമ്മീനും മാങ്ങയും. പിന്നെ അത് കൂടാതെ ഇവിടുത്തെ സ്പെഷ്യലാണ് ചെമ്മീൻ മസാല. പോരാത്തിന് അടിപൊളി ഞണ്ട് ഫ്രൈ. ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഫ്ലേവർ ഒട്ടും പോയിട്ടില്ല. ചിലതുണ്ടല്ലോ മസാലൻ്റെ ഒരു കുത്തുകൊണ്ട് ഫ്ലേവർ നഷ്ടപ്പെടുന്നത്. അടിപൊളി ഫ്ലേവർ, ഞണ്ടിൻ്റെ തനിത് രുചി ഇതിൽ കിട്ടുന്നുണ്ട്. അടിപൊളി സംഭവമായിട്ടത്, നല്ല ഇഷ്ടപ്പെട്ടു. ഓവർ എരിവില്ല, കുട്ടികൾക്ക് വരെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്പൈസേ ഉള്ളൂ. അങ്ങനെ ഓവർ എരിവ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ പോകും, ഞണ്ടിൻ്റെ ഒരു ഫ്ലേവർ പോകും. നല്ല അടിപൊളി സംഭവം. പിന്നെ അതുപോലെ ചെമ്മീൻ മസാല. പിന്നെ ഇവിടുത്തെ സ്പെഷ്യലാണ് കരിമീൻ. കേട്ടാ, അടിപൊളി കരിമീൻ. ഇതൊക്കെ പാടി ഒരു പിടിച്ചാലാണ്. ചെമ്മീൻ മാങ്ങ പീസ് ഉണ്ടാ, ഒരു 1.5 പീസ് തരും. മാങ്ങ തന്നെയാണ്, മാങ്ങ പൊടിയൊന്നുമില്ല. ഇതൊക്കെ പാടി ഒന്ന് പിടിച്ചു നോക്കാം. എങ്ങനെയുണ്ട്? ഞാൻ ചെമ്മീനൊന്ന് കഴിച്ചിട്ടെന്ന് പറഞ്ഞേ. കുട്ടികൾക്ക് വരെ കഴിച്ചൂടെ? ടേസ്റ്റില്ലേ? അതായത് മസാല ഒക്കെ പാകല്ലേ ഉള്ളൂ. ചിലത് മസാല കൂടിയിട്ട് അതിന്റെ ഫ്ലേവറേ നഷ്ടപ്പെടില്ല. ഇല്ലല്ല, സ്പെഷ്യൽ എല്ലാം ഉണ്ട്. കൂന്തള്, അയക്കുറ. ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ഏതാ? അത് ഏതും കഴിക്കും. ആളുണ്ട് കഴിക്കാൻ കഴിക്കാത്തൊക്കെ കഴിക്കും. നമ്മളെ ഈ സ്ഥാപനം നടത്തുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. ഒരുപാട് ആളുകൾക്ക് അറിയുന്ന ആളാണ്, ഒരു ആർട്ടിസ്റ്റും കൂടിയാണ് നമ്മളെ സുരേഷ് പുറത്തൂർ എന്ന് പറഞ്ഞിട്ടുള്ള. ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖമായിട്ടിരിക്കണം അല്ലേ? സുരേഷ് ചേട്ടൻ വർക്ക് ചെയ്യണേ നമ്മള് ചില പ്രേക്ഷകർക്ക് അറിയില്ല, ചിലർക്കൊക്കെ അറിയുണ്ടാവും അല്ലേ? ഞാൻ ഇന്ദ്രേട്ടൻ്റെ മേക്കപ്പ് മാൻ ആണ്. 23 വർഷമായിട്ട് ഞാൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യണത്. അപ്പോൾ വന്നുള്ളൂ. അപ്പോൾ വരുന്ന സമയത്ത് ഇവിടെ തന്നെ ഉണ്ടാവും കടയിൽ. പിന്നെ മോളാണ്, മോനാണ്, ഇവരൊക്കെ തന്നെ അധികം ഉണ്ടാവും. സ്കൂളിൽ ലീവുള്ള ദിവസങ്ങളിൽ ഇവരാണ് അധികം. ഇത് നടത്തിപ്പൊക്കെ വൈഫാണ്? വൈഫും ഇവരൊക്കെ തന്നെ നടത്തുന്നത്. അമ്മ ഇവരൊക്കെ തന്നെ നടത്തുന്നത്. പിന്നെ വളരെ സന്തോഷമായ കാര്യം എന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്ത സമയത്ത് സാറും ചേച്ചി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ കോഴിക്കോട് പോകുന്ന സമയത്ത് ഇവിടെ വന്ന് അത് ഭയങ്കര സന്തോഷമായി. നമ്മൾ പ്ലാൻ ചെയ്യാതെ വന്നതാണ്. അതിൻ്റെ പൂർണ്ണ ചേച്ചി വന്നപ്പോൾ തന്നെ ഇത് വൈകിട്ട് എല്ലാവരും കൊണ്ട് അറിഞ്ഞ്, എല്ലാവരും അറിയിച്ചാൽ അതൊരു ഭയങ്കര പബ്ലിസിറ്റി ആയി. സാറ് വന്നത് ഭയങ്കര താങ്ക്സ് ഉണ്ട്. ചേച്ചിയും വന്നപ്പോഴും ഭയങ്കര ലെവലും മാറി. അതുകൊണ്ടാണ് ഇത് ഇത്രയും ആൾക്കാരെ അറിയപ്പെട്ടത്. പിന്നെ പ്രത്യേക ഒരു വൈബാണ്. അതെ, അല്ല അതിപ്പോ എന്താ വെച്ചാല്, ഞാൻ ഈ കറണ്ട് പോലും എടുക്കാത്ത എന്താ വെച്ചാൽ ഇത്രയും കാറ്റ് കണ്ടില്ല, ഇപ്പൊ തന്നെ കണ്ടില്ലേ? അപ്പോൾ ഭയങ്കര കാറ്റാണ്. അപ്പോൾ വന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടും ഇരിക്കും കുറേ നേരം. അപ്പോൾ അവർക്ക് കുറേ നേരം ഇരുന്ന് പോകാൻ അത്രയും ഹാപ്പി ആയിട്ടാണ് അവർ പോണത്. നമുക്ക് ഇവിടെ ലഞ്ച് മാത്രമേ ഉള്ളൂ. ലഞ്ച് മാത്രം. നമ്മളിവിടെ എന്ന് വെച്ചാൽ 11:30 തുറക്കും. ഒരു 3 മണി ഒക്കെ ആകുമ്പോഴത്തേന് തീരും. 2:30, 3 മണി ആകുമ്പോഴത്തേന് തീരും. അപ്പോൾ ഒരു 3:30 വരെ ഉണ്ടാവും നമ്മളിവിടെ. ഇപ്പൊ കൂടുതൽ ആളുകൾ വരികയാണെങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരേണ്ടി വരും. അതെ, കൂടുതൽ ആൾക്കാരും വിളിച്ച് പറഞ്ഞിട്ടാണ് വരും. ഫാമിലിയൊക്കെ വരുമ്പോൾ വിളിച്ച് പോയിട്ട് വരും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ടേബിളൊക്കെ മാറ്റിയിട്ട് കൊടുത്തിട്ട് അവർക്ക് വേണ്ട എന്തൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ ഒരു എക്സ്ട്രാ മീൻ എന്തെങ്കിലും പറയുന്നത് അതും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. സുഭാഷ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള എന്തൊക്കെ ഐറ്റംസുകളാണ്? സ്പെഷ്യലായിട്ട് ഇത് ചെമ്മീൻ, ഞണ്ട്, പിന്നെ കൂന്തൽ റോസ് ഉണ്ടാവലുണ്ട്, ആവോലി, സൂത, പിന്നെ മത്തി, അയില, അങ്ങനെ എല്ലാം. കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെട്ട് ചോദിച്ചു വരുന്നതാണ് സ്പെഷ്യൽ എന്താണ്? ഞണ്ട്, ചെമ്മീൻ, കരിമീൻ ഇതൊക്കെയായിരുന്നു കൂടുതലായിട്ട് ആൾക്കാർക്ക്. പിന്നെന്ന് വെച്ചാൽ ഫാമിലി ഇങ്ങനെ വിളിച്ച് പറഞ്ഞു വരുമ്പോൾ അവർക്ക് വേണ്ടത് എന്താണോ അതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. കുറച്ച് മുന്നേ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് തിരക്ക് എങ്ങനെയാണെന്നുള്ള അറിയില്ലല്ലോ. ഫാമിലി ഒന്നും കിട്ടാതെ മടങ്ങി പോയിരുന്നു. അതിനുള്ള സാറേ, ഇവിടെ ഏത് കേസിൽ ഇവിടെ അടുത്ത് തന്നെയാണോ വർക്ക് ചെയ്യുന്നല്ലേ? ഇവിടെ ഇടയ്ക്ക് വരാറുണ്ടോ? തന്നെ മീൻ ഐറ്റംസ് ഒക്കെ അല്ലേ? സാറിൻ്റെ അഭിപ്രായം എന്താ? എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? ഉണ്ടല്ലേ? എങ്ങനെ ഇഷ്ടപ്പെട്ടോ? ആണല്ലേ? ഞങ്ങൾ തിരൂരാണ്. തിരൂര് പുറത്തൂര് ഇതേപോലെ ഇങ്ങനെ തേടിയെടുക്കും. ഞാനൊരു ഫുഡിയാണ്, അപ്പം അങ്ങനെ കഴിക്കാൻ വന്നാണ്.
സീ ഫുഡുകളുണ്ട്, പുഴയോര അതായത് ഫിഷുകളുണ്ട്, പിന്നെ നല്ല വൈബുണ്ട്, നല്ല കാറ്റുണ്ട്, ഒരു ഇലക്ട്രിസിറ്റിൻ്റെ ആവശ്യമില്ല, നല്ല കാറ്റിൻ്റെ ആ സുഖത്തിൽ നല്ല ഒരു ഊണും ഫിഷ് ഫ്രൈ കഴിക്കണമെന്നുണ്ടെങ്കിൽ പോകുന്നുള്ളൂ. അടിപൊളി സെറ്റപ്പ്. അതെ, അടിപൊളിയാണ്. ഫുഡും നല്ലതാണ്. അതായത് വേറൊന്നും ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്യാതെ ഒരു ഹോംലി ഫുഡ് കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി. ഇത് നമ്മുടെ തിരൂര് പൊന്നാനി പുഴയാണ് കേട്ടോ. അത് ഈ പുഴയുടെ ഏറ്റവും വിടുത്ത് കൂടിയൊരു ഏരിയ ആണ് ഇത്. അതാണ് അത്രയും ബ്യൂട്ടി നമുക്ക്. നല്ല കാറ്റാണ് ഇവിടെ. ഇത് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് എക്സാക്ട് പറയുന്നത് പ്രാന്തൻകടവ് എന്നുള്ള ലൊക്കേഷനിലാണ് ഉള്ളത്. അതായത് പുറത്തൂര് ഉണ്ടപ്പടിയിൽ നിന്ന് കയറും അങ്ങോട്ട്. ഉണ്ടപ്പടിയിൽ നിന്ന് ഇവിടെ ബോർഡുണ്ട്, അവർ പുഴയോരം എന്ന് പറഞ്ഞ ബോർഡുണ്ട്. അപ്പോൾ അവിടെ നിന്ന് റൈറ്റിലെടുത്തിട്ട് ജസ്റ്റ് കയറിയാൽ എല്ലായിടത്തും ബോർഡുണ്ട്. ജസ്റ്റ് ഒരു 1 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ളത്. ഇവിടെ എത്തിയാലാണ് സ്ഥാപനം ഉള്ളത്.